ഇപ്പോൾ രഘുചന്ദ്രൻ നായർ വ്യവസായി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ രഘുചന്ദ്രൻ നായർ, ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. സി.ജെ. റോയ് സ്വയം വെടിവെച്ചു മരിച്ചു ബംഗളൂരുവിൽ എന്നുള്ള ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. സി.ജെ. റോയിയെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? എത്രയോ വർഷം മുമ്പ് ബിൽഡറായ ഒരാളാണ്. ഇന്നലെ ആവുകയതല്ല. ഏകദേശം 10-30 വർഷമായിട്ട് പുള്ളി ബിൽഡിംഗ് ഇൻഡസ്ട്രി കിടന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ ബേസിക് ആയിട്ട് നമ്മൾ ക്രിഡായുടെ മെമ്പർ 2008 മുതൽ ക്രിഡായ് മെമ്പറാണ്. 2008 മുതൽ ബാംഗ്ലൂരിലെ മെമ്പറാണ്. അപ്പൊ അവിടുത്തെ മെമ്പറായിട്ട് ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ഒരു മെമ്പറാണ്. നല്ല രീതിയിൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, നമ്മളെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് അതേ ഒരു NRI എമിറേറ്റ്സ് ഹില്ലിലാണ് താമസിക്കുന്നത്. ദുബായിൽ ഏറ്റവും വലിയ സ്ഥലത്തുള്ള അദ്ദേഹം ചെയ്യുന്ന കുറെ ഫിലൻത്രോപ്പിക് ആക്ടിവിറ്റി സ്കോളർഷിപ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പല സ്പോൺസർഷിപ്സ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇപ്പം വെറുതെ നമ്മൾ സ്വാർത്ഥത പോലെ നമ്മൾ മാത്രം കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരാളല്ല. അപ്പൊ നമ്മൾ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടെ കണ്ടിട്ട് നമ്മളിപ്പോ ഇത്രയും വർഷം അവർ ബിസിനസ് ചെയ്തപ്പം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു സുപ്രഭാതത്തിന് പെട്ടെന്ന് വന്നിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റെയ്ഡോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വരുന്നു, കംപ്ലീറ്റ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പം അവർ കൊണ്ടുവരുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദനം വരുമ്പം അവരെ മനസ്സിലാക്കി താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പോൾ അവരുടെ പുറത്ത് കാണുന്ന ഒരു ഗുഡ് വില്ല് പോകുന്നതിന് കാണുമ്പം ചിലപ്പോൾ അത് അദ്ദേഹത്തിന് ആ വീക്ക് മൂവ്മെന്റിൽ പറ്റിപ്പോയതാ. സാറിന് ഒരു തോക്കൊന്നും ആരും ഓഫീസിൽ വെക്കാറില്ല. ഇത് എന്തുകൊണ്ട് തോക്ക് വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം ചിലപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള ലൈസൻസ് ഉള്ള തോക്ക് കൈ കാണുമായിരിക്കും. പക്ഷെ നോർമലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ പോയാലും ഇപ്പൊ നമ്മളെ ബിൽഡേഴ്സിനെല്ലാം സർവേ വരാറുണ്ട്, റെയ്ഡ് വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വരുമ്പോൾ നമ്മളെ മൊബൈൽ ഫോൺ വരെ വാങ്ങിച്ചു വെച്ചിട്ടാണ് റെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന സാധനം തോക്കുണ്ടെങ്കിൽ ആ തോക്ക് എടുത്ത് മാറ്റണ്ടേ? അപ്പൊ അപ്പൊ അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഒരു റോങ് മെസ്സേജ് ആണ്. കാര്യം നമ്മളൊരു സ്ഥലത്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റർ വന്ന് പ്രത്യേകിച്ച് വന്നിട്ട് ഇത്രയും വർഷം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളിനെ പെട്ടെന്ന് പുള്ളി സൂയിസൈഡ് ചെയ്യേണ്ട സ്റ്റേജ് എത്തിക്കുന്നു പറയുന്നത് നമ്മൾ ഇന്ത്യക്ക് ഒരു ബാഡ് ഇമേജ് ആണത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് നമുക്ക് ഒരു മലയാളി ഇത്രയും നല്ല രീതിയിൽ സീറോ ഡെറ്റ് കമ്പനിയാണ് അദ്ദേഹം എപ്പോഴും അഡ്വർടൈസ് ചെയ്യുന്നത്. ഒരു കടം പോലും ഇല്ലാതെ നടത്തുന്ന കമ്പനി എന്നുള്ള പരസ്യം കൊടുക്കുന്ന ഒരാൾ, ധൈര്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരാള് ഇത് ചെയ്യുന്നെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. തീർച്ചയായും അത് തന്നെയാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ബിസിനസ്സിൽ ഉള്ളതായി താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ബിസിനസ്സിൽ എല്ലാവർക്കും വരാണ്. എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ അകത്ത് ഓഡിറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധന നടക്കുമ്പം നമ്മൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് പോലും തെറ്റാണ് ഇൻകം ടാക്സ് ബോധിപ്പിച്ചു തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓഡിറ്റേഴ്സ് പറയും ഇതെല്ലാം കറക്റ്റ് ആണ്, നമ്മൾ ഒപ്പിടാൻ പറയുന്നത് ഒപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നു. എന്നിട്ട് ഇന്ന ആക്ട് തെറ്റിപ്പോയി, ഇന്ന റിട്ടേൺസ് ഡിസലവ് ചെയ്തു, നിങ്ങൾ ഇത്രയും കോടി രൂപ അടയ്ക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷോക്ക് ആവുന്നത്. അപ്പൊ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് തോന്നുന്നു. കാര്യം അതേ ഒരു ചെയർമാനാണ്. ചെയർമാൻ ലെവലിൽ താഴെ എത്രയോ സ്റ്റാഫ് ഉണ്ട്, സീനിയർ സ്റ്റാഫ് എത്രയോ പേരുണ്ട്. അപ്പൊ അവരെല്ലാം ഓരോ നോക്കിയിട്ടായല്ലോ ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പൊ അതിന് എപ്പോഴും നമ്മൾ വരുന്നത് ആൻസറബിൾ ആയിട്ട് വരുന്ന MDയോ ചെയർമാനോ ഒക്കെ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിനും പറ്റിയിരിക്കുന്ന അതാണ്. കാര്യം അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ശരിക്കും ഹെറസ് ചെയ്തു, അദ്ദേഹത്തിനെ ശരിക്കും ചോദ്യം ചെയ്ത് ഒരു സ്റ്റേജ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ വന്നപ്പം അദ്ദേഹം ചെയ്യേണ്ടി വന്നെന്നുള്ള അത് ഭയങ്കര നിർഭാഗ്യമായിപ്പോയി. അത് വരാൻ പാടില്ലായിരുന്നു. കാര്യം സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ എനിത്തിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്, ഇത്രയധികം സ്ഥാപനങ്ങളുടെ ഉടമയാണ്. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും അദ്ദേഹം ബിസിനസ് മേഖലയിൽ ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഒടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഇത് തന്നെയാണെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? ഇല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഇത് മാത്രം ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കണം, ഇത്രയും സ്ഥാപനത്തിന് ഉടമസ്ഥനായിരിക്കുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും സമ്പത്തുണ്ട്, ഒക്കെ വരുമ്പോൾ ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത സ്റ്റേജ് എത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റേജ് എത്തുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കടുമയായിട്ടുള്ള കടും കൈ ചെയ്യുന്നത്. അപ്പൊ അതിലാണ് ഇപ്പൊ പറ്റിയിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ രഘുചന്ദ്രൻ നായർ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.